ഇടതുപക്ഷത്തെ അത് ഇപ്പം നിലവിലത്തെ MLA ആണല്ലോ ജോയ് സാറ്. പുള്ളിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രണ്ടുപേരും കൂടെ. ഈ കഴിഞ്ഞോണത്തെ ഇത് വെച്ച് നോക്കണേ അടൂർ പ്രകാശനാണിത്. ഇവിടെ എല്ലാവരും ഒന്നിനൊന്ന് മിച്ചമായിട്ട് നിൽക്കുകയാണ്. Unique Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്കൽ മണ്ഡലത്തിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ സാരഥി ശ്രീ അടൂർ പ്രകാശ്, LDFന്റെ സ്ഥാനാർത്ഥിയായി സഖാവ് ജോയ്, ഭാരത് ജനതാ പാർട്ടിയുടെ സാരഥിയായി വി മുരളീധരൻ. ഇവരിൽ ആര് ജയിക്കും, ആര് വെന്നിക്കൊടി പാറിക്കും? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. BJPക്ക് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വോട്ട് വിഹിതം കൂടുമോ? കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം കുറയുമോ? CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ ഗതി എങ്ങോട്ടേക്ക് പോകും? ഇതൊക്കെ നമുക്ക് വിശദമായി ജനങ്ങളോട് ചോദിച്ചറിയാം. ജനങ്ങളുടെ വിശദമായ പ്രതികരണങ്ങളിലേക്ക്. നമ്മളിവിടെ ഏത് പാർട്ടിയാണ്, ഏത് സ്ഥാനാർത്ഥിയാണ് വിൻ ചെയ്യാൻ പോകുന്നത്? ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. ന്യൂസ് ചാനലിൽ നിന്നാണ്. ന്യൂസ് ചാനലിൽ നിന്ന് യൂണിക് ടൈംസ് 3 സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ട്. ഒന്ന് അടൂർ പ്രകാശ്, പിന്നെ ഒന്ന് നമ്മുടെ ജോയി, ഒന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ. വി മുരളീധരൻ്റെ വോട്ട് ശതമാനം കൂടുമോ അതോ അദ്ദേഹം ജയിക്കുമോ? പൊതുവെ BJPക്ക് ഒരു ട്രെൻഡിങ് കാണുന്നുണ്ട്. അതോ അടൂർ പ്രകാശനാണ് സാധ്യത? ഈ കഴിഞ്ഞോണത്തെ ഇത് വെച്ച് നോക്കണേ അടൂർ പ്രകാശനാണിത്. കഴിഞ്ഞോണ 80,000 വോട്ട് ഭൂരിപക്ഷമല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കണമെങ്കിൽ അടൂർ പ്രകാശനാണ് ചാൻസ്. വേറെ എന്തൊക്കെ ഘടകങ്ങൾ ഇവിടെ ശരിയാവാനുണ്ട് പൊതുവായിട്ട് നമുക്ക് പബ്ലിക്കിൽ ഇപ്പോൾ റോഡാണ് അത്യാവശ്യം. റോഡിൻ്റെ കാര്യങ്ങളാണ് അത്യാവശ്യം. ഇവിടെ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഉള്ള റോഡുകൾ തകർന്ന് നടത്തിയിട്ട് തോന്നാളാണ്. ഇതുവരെ ഒരു വർക്കും ചെയ്യുന്നില്ല. ഇവിടെ പിന്നെ പൊതുവായിട്ടുള്ള വികാരമാരാണ്. ഇപ്പം ചേട്ടന് ചുറ്റും താമസിക്കുന്ന ആൾക്കാർ പൊതുവായിട്ടൊരു പേര് പറയുമല്ലോ, ഇന്ന ആൾ ജയിക്കും, ഇന്ന ആൾക്കാണ് ഒരു സ്വാധീനം. ഇപ്പം ത്രികോണം കൂടെ ഇപ്പോഴത്തെ ഇലക്ഷൻ കണ്ടറിയാനും എല്ലാവരും തുല്യം പോലെ നിൽക്കുകയല്ലേ എല്ലാവരും. 3 നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം കഴിഞ്ഞോണത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഭൂരിപക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന് വരാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ ഇവിടെ ആര് ജയിക്കും? ആരാ ജയിക്കാൻ പോകുന്നത്? ആര് ജയിക്കും? ആര് വിൻ ചെയ്യും? ഇവിടുത്തെ സ്ഥിരമൊന്നും പറയാൻ പറ്റൂല. ഇവിടെ എല്ലാവരും ഒന്നിനൊന്ന് മിച്ചമായിട്ട് നിൽക്കുകയാണ്. എന്നാലും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പേര്, കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുകയും ചിന്തിക്കുകയും നാടിനെ കരുതുന്ന ഒരാളാരാണ്? നാടിനെ കരുതുന്ന ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ മോഡിയുടെ ഇതാണ് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ മൊത്തം. അങ്ങനെ പെട്ടെന്നൊരു ചിന്ത വരാൻ കാര്യം എന്താ? വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണത്തിൻ്റെ ഇത് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള രീതി അങ്ങനെയാണ് പോണത്. BJPക്ക് വോട്ട് കൂടുമോ എല്ലായിടത്തും? കൂടുമെന്നും പറയാൻ പറ്റില്ല. ഇവിടെ ജോയി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് ഇടതുപക്ഷത്തിൻ്റെ. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹം MLA അല്ലേ കറണ്ട് നിലവിലെ? നിലവിലെ. അടൂർ പ്രകാശിനെ കുറിച്ച് എന്താണ് നാട്ടുകാർ പറയുന്നത്? ചേട്ടനും ഞാനൊന്നും അതിനെപ്പറ്റി ഇതുവരെ ഒരു സൂചന വന്നിട്ടില്ല. എല്ലാവരും ജയിക്കും എന്ന് പറഞ്ഞ ആള് ആരാണ്? നിഷ്കളങ്കമായ മുഖം, നിഷ്കളങ്കമായ ഒരേപോലെ എനിക്കാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റൂല. റൈറ്റാണ്. എന്നാലും ഒരാള് അന്നും പറയാൻ പറ്റൂല. BJP കയറി വരുമോ? ഇലക്ഷൻ വരാൻ പോണല്ലേ ഉള്ളു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മളൊക്കെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ പാർട്ടി വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ BJPയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? BJPക്ക് വോട്ട് കൂടുമോ? അതറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ പൊതുവെ ജയിക്കുന്ന പാർട്ടി ഏതാണ്? പൊതുവേ ജയിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, അങ്ങനെ മാറി തിരിഞ്ഞാൽ വരും. ഇടത് വരുന്നത് മാറി വരും. പക്ഷേ ഈ പ്രാവശ്യം ജനപ്രിയമായ നേതാവും അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അവരുടെ പദ്ധതിയെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത ഉള്ളത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്? ജനപ്രിയനായ ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? ജനപ്രിയനായ ആളാണ്. കാരണം ഇവിടുത്തെ ഇപ്പം നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസ് തന്നെ എടുക്കാമല്ലോ. മുന്നേ ഉള്ള MPമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു MP ആണ് പുള്ളി. പുള്ളിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇവിടെ MP ആയിട്ട് തന്നെ ആറ്റിങ്ങലുകാരെ തന്നെ അംഗീകരിച്ചത്. അടൂർ ഉള്ള ഒരു പുള്ളിയെ ആറ്റിങ്ങലുകാരെ അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം വേണമല്ലോ. അപ്പം അടുത്തും പുള്ളിയെ തന്നെ അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തുടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ജനപ്രിയമായ എന്തൊക്കെ ഘടകങ്ങളാണ് ഇവിടെ ഇനിയും ചെയ്ത് തീർക്കാനുള്ളത്? പുള്ളി ഇപ്പം നിലവിൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡാണ്, ആറ്റിങ്ങൽ ബൈപ്പാസ് റോഡാണ്. ഈ റോഡ് തന്നെ വന്നാൽ വലിയൊരു മാറ്റം ഇവിടെ തന്നെ സംഭവിക്കും. പിന്നെ ഇവിടെ മാറ്റാനുള്ള കുറേ കാര്യമുണ്ട്. പുള്ളിയെ കൊണ്ട് നടക്കുമെന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ ജനകീയനാണ്. ഈ കാണുന്ന ഇവിടുത്തെ പരിപാടിക്കൊക്കെ പുള്ളി ഓടി എത്താറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഓടി എത്താറുണ്ട്. ഇവിടുത്തെ പല ഫ്ലെക്സുകളും നോക്കിയാൽ പുള്ളിയുടെ പേരുകളും കാര്യങ്ങളും കാണാം. BJP വളരുന്നുണ്ടോ? പൊതുവെ BJPക്ക് ഒരു ഹൈക്കോടെ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി എപ്പോഴും എത്തുന്നു. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ അവരുടെ വോട്ട് കൂടാൻ വഴിയുണ്ടോ BJPയുടെ?
മുരളീധരൻ സാറാണ്. പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഒരുപാടുണ്ട് ഇവിടെ. അദ്ദേഹം സംബന്ധിച്ച് നല്ലൊരു ഉയർന്ന നേതാവാണ് വി മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ വിജയ സാധന എത്രയുണ്ട്? വോട്ട് ശതമാനം കൂടുമോ? പുള്ളിയുടെ വോട്ട് ശതമാനം കൂടാൻ സാധ്യതയില്ല. നിലവിലുള്ള വ്യക്തികൾ പുള്ളിക്ക് തന്നെ വോട്ടിടും. കാരണം ഇപ്പോഴത്തെ കേന്ദ്രഭരണത്തെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്കിപ്പം ആ ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് കൂടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയെക്കുറിച്ച്? ഇടതുപക്ഷത്തെ അത് ഇപ്പം നിലവിലത്തെ MLA ആണല്ലോ ജോയ് സാറ്. പുള്ളിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രണ്ടുപേരും കൂടെ. MLA എന്നുള്ള രീതിയിൽ പുള്ളി MLA ആയിട്ട് നിൽക്കുന്ന ആ വർക്കല ഭാഗങ്ങൾക്കൊക്കെ പുള്ളിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഏരിയയാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ വർക്കല ഭാഗത്തുള്ള ഭൂരിഭാഗം വോട്ടുകളും പുള്ളിക്കായിരിക്കും കിട്ടുക എന്നുള്ളത് ഉറപ്പാണ്. പൊതുവേ ഇവിടെ ഈ മണ്ഡലത്തിൽ എല്ലാവരും ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണല്ലോ, എല്ലായിടത്തും ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ആരുടെ പേരാണ് പരാമർശിക്കപ്പെടുന്നത് പോസിറ്റീവായി? ഇത് ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നത് അടൂർ പ്രകാശിൻ്റെ പേര് തന്നെയാണ്. പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പുള്ളി ഇവിടെ പല കാര്യങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പലരെയും സമീപിക്കുക ചെയ്തിട്ടുണ്ട്. പിന്നെ ജോയ് MLA എന്ന് പറയുന്ന പുള്ളി ഈ MLA എവിടെയാണോ പുള്ളിയുടെ പരിപാടി നടക്കുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്താറില്ല പുള്ളി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം MP ആയതുകൊണ്ട് ഈ പ്രാവശ്യം സാധ്യത പുള്ളിക്കാണ്.